Hi friends, welcome back to England English Classroom. Yes, today onwards we are going to analyze the discourses. Today we are analyzing a very important discourse, that is review. In this class, normally class what is a review, how will be a review, how can we write it, two samples are there, how is it valued, പരീക്ഷക്കാർ എങ്ങനെയാണ് വിലയിരുത്തുക, ഈ കാര്യങ്ങൾ ഉണ്ടാവുക, വളരെ ശ്രദ്ധിക്കണം. Yes, what's a review? A review is a discussion on a piece of text, film or play. ഒരു നാടകത്തെയോ സിനിമയെയോ ഒരു ലിറ്റററി ടെക്സ്റ്റിനെയോ സാഹിത്യകൃതിയെയോ വിലയിരുത്തിയിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചർച്ച ചെയ്യുന്ന റൈറ്റപ്പാണ് യഥാർത്ഥത്തിൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കതറിയാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഓരോ പ്രത്യേകത ഉണ്ട്. ടെക്സ്റ്റ്, ഫിലിം, അതുപോലെ പ്ലേ, അതിന്റെ ഓരോ പ്രത്യേകതകളുണ്ട്. അതിന്റെ എന്ത് ചെയ്യാണ്, കൺസിസ്റ്റ് ഓവർവ്യൂ ആണ് നമ്മളതിൽ ഉണ്ടാവുക. ഒരു പ്ലോട്ട് ചർച്ചയും ക്യാരക്ടർ ചർച്ചയും സെറ്റിംഗ് ചർച്ചയും ബാക്ക്ഗ്രൗണ്ട് ചർച്ചയും അത് ഉള്ളതിന് ഓരോന്നിലും റെഡിയല്ലേ. അതായത് ഒറ്റയടിക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ സാഹിത്യകൃതിയുടെയോ ഫിലിമിന്റെയോ പ്ലേയുടെയോ ഒക്കെ അതിൻ്റെതായ പ്രത്യേകതകളെ വിലയിരുത്തി ഒരു വായിക്കുന്ന ആള് അതല്ലെങ്കിൽ ഒരു പിന്നെ കാണുന്ന ആള് എഴുതുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രീതിയിൽ എഴുതുന്ന ഒരു ചെറിയൊരു റൈറ്റപ്പാണ് ഏതെന്ന് പറഞ്ഞാല് റിവ്യൂ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ. ഇനി ലിറ്റററി റിവ്യൂസ് റിട്ടൺ ടു ഹൈലൈറ്റ് സ്പെസിഫിക് ആർഗ്യുമെന്റ്സ് ആൻഡ് ഐഡിയാസ്. റെഡിയാണല്ലോ. ചില പ്രത്യേകമായ വാദങ്ങളെയും ആശയങ്ങളെയൊക്കെ ഉയർത്തി കാണിക്കാണ് ലിറ്റററി റിവ്യൂ എഴുതുക. By highlighting these arguments, the writer attempts to show what has been his or her point of study. ഈ കണ്ട ആളോ അല്ലെങ്കിൽ ശ്രോതാവോ പിന്നെ വായിച്ച ആളോ റീഡറോ അല്ലെങ്കിൽ വാച്ച് ചെയ്ത ആളോ അദ്ദേഹത്തിന്റെ പഠനത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ ഹൈലൈറ്റ് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുക. നല്ലൊരു റിവ്യൂ വായിച്ചാൽ നേർക്ക് നല്ലൊരു ഫിലിം കാണുന്നതുണ്ടാവും, ഒരു അനുഭൂതി ഉണ്ടാവും. അതപ്പോൾ നല്ല ടെക്സ്റ്റ് വായിച്ചൊരു അനുഭൂതി ഉണ്ടാവും. അത്രയും നല്ല രീതിയിലായിരിക്കും ഒരാൾ എന്ത് ചെയ്യുക, അത് അവതരിപ്പിക്കുക നല്ലൊരു ലിറ്റററി റിവ്യൂ ആണെങ്കിൽ. Right? Like a standard academic essay, a literary review is made up of components like introduction, background, summary and a conclusion. മക്കൾ ശ്രദ്ധിക്കണം, സിമ്പിൾ ആണ് ഇതൊക്കെ. ഒരു ലിറ്റററി റിവ്യൂവിന് 4 പ്രധാന ഭാഗം നമുക്ക് കാണാൻ പറ്റും. ബാക്കിയുള്ള എല്ലാ അക്കാഡമിക് എസ്സേസ് ഉള്ളതിനെ പോലെ തന്നെ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ ഇൻട്രഡക്ഷൻ ഉണ്ടാവും, നമുക്കൊരു തുടക്കം ഉണ്ടാവും, ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, പശ്ചാത്തലം ഉണ്ടാവും, സമ്മറി ഉണ്ടാവും, അതിന് കൺക്ലൂഷൻ ഉണ്ടാവും. മക്കളെല്ലാം ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടാവുക. ഇത്രയും കാര്യങ്ങളൊക്കെ ആയല്ലോ. ഓക്കെ, എന്താണ് നമ്മുടെ ചോദ്യം? The story The Scholarship Jacket teaches us that upholding value is more important than achieving success in life. Prepare the review of the story. The Scholarship Jacketന്റെ റിവ്യൂ തയ്യാറാക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ നടക്കേണ്ടത്. ഒന്ന്, ടെക്സ്റ്റും തീമും നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ വ്യത്യസ്തമായതുള്ള ടെക്സ്റ്റിലെ വ്യത്യസ്തമായ അർത്ഥങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അത് പിന്നെ അനുമാനിക്കണം അല്ലെങ്കിൽ വ്യാഖ്യാനിക്കണം. പിന്നെ അത് ഇമേജുകൾ, സിംബലുകൾ, അതുപോലെ തന്നെ വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന പ്രയോഗങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തണം. അതുപോലെ നമ്മൾ വ്യക്തിപരമായ അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും ഉണ്ടാവണം. ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു തുടക്കവും അവസാനം ഉണ്ടാവണം. അതേപോലെ നല്ലൊരു ക്യാരക്ടർ അനാലിസിസ് ഉണ്ടാവണം. കഥാപാത്ര നിരൂപണം ഉണ്ടാവണം, അല്ലെങ്കിൽ കഥാപാത്ര അപഗ്രഥനം ഉണ്ടാവണം. തെറ്റുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ലാംഗ്വേജിന്റെ അപ്രോപ്രിയേറ്റ് ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ക്ലിയർ ആണല്ലോ. ഇനി എന്തൊക്കെയാണ് അത് എഴുതുന്നതിന്റെ സ്റ്റെപ്പ് ഏതൊക്കെയാണ് ശ്രദ്ധിക്കണേ. ഓരോ നോക്കിയാൽ മതി. ഫസ്റ്റ് ടൈറ്റിൽ കൊടുക്കുക, ടെക്സ്റ്റും തീമും എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് എഴുതുക. ഇവിടെ നമ്മൾ മാപ്പിനെ കുറിച്ച് എഴുതേണ്ടി വരിക, ആ കഥയെക്കുറിച്ചും അതിന്റെ തീം ഒന്ന് ചുരുക്കി എഴുതുക. അതേപോലെ കഥന്റെ സമ്മറി, പ്രധാന ഈവന്റും മറ്റ് പ്രധാനപ്പെട്ട ഈവന്റുകൾ, മറ്റുള്ള പ്രധാനപ്പെട്ട ഈവന്റുകൾ അത് കൊണ്ടുവരിക. ചില പ്രത്യേകമായ സ്പെസിഫിക് സിറ്റുവേഷൻസ് ഉണ്ടാവും, അത് ഹൈലൈറ്റ് ചെയ്യണം നമ്മൾ എഴുതുമ്പോൾ. അതേപോലെ അനാലിസിസ് ഓഫ് ദ ക്യാരക്ടേഴ്സ് അനലൈസ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രത്തിന്റെ ഏതാണ് പറയണം, അത് എന്തുകൊണ്ടാണ് പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എക്സ്പ്രഷനുകൾ എന്തെങ്കിലും എന്താണെന്ന് പറയണം, അതിന്റെ അല്ലെങ്കിൽ അവയുടെ പ്രാധാന്യം പറയണം. ഓവറോൾ ഇംപ്രഷൻ ഓഫ് ദ സ്റ്റോറി, കഥയെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ളൊരു എന്താ പറയുക, ഒരു വിലയിരുത്തൽ വേണം. അതുപോലെ തന്നെ അതിന്റെ സ്റ്റൈലിനെ കുറിച്ച് നമ്മളൊരു കമന്റ് വേണം. അതുപോലെ
ആ കഥന്റെ മെസ്സേജ് എന്താണെന്ന് എഴുതണം, ടോണും മൂഡും ഒക്കെ എഴുതണം, നിങ്ങളുടെ അഭിപ്രായം കഥയെക്കുറിച്ച്. ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാവുക. വളരെ ശ്രദ്ധിക്കട്ടെ, ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യാം. ഇതൊന്നും റിജിഡായിട്ട് ഇങ്ങനെ തന്നെ അങ്ങനെ പോകണം, അല്ലെങ്കിൽ അതൊരു അത്ര ശക്തമായ ഇങ്ങനെ കറക്റ്റ് ഓർഡർ കീപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ പഠിക്കുമ്പോഴാണ് ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം, അത് വ്യത്യസ്ത രീതിയിലായി വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ഇതിലൂടെ ഈ ഒരു വളയത്തിലൂടെ ചാടി പഠിക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ ഡിയേഴ്സ്, നൗ യു ക്യാൻ സി എ സാമ്പിൾ റിവ്യൂ. ഇത് ക്വസ്റ്റ്യൻ ബോർഡ് റിവ്യൂ ആണ് മൈ സിസ്റ്റർ ഷോന്റെ. അതിൽ പ്രത്യേകമായ കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട്, ടൈറ്റിൽ കാണിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ടെക്സ്റ്റ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തത്, ഒരു മോഡൽ കിട്ടാനാണ്. തീം എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, മെയിൻ ഈവൻസ് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, സിറ്റുവേഷൻ, അതിൽ പ്രധാനപ്പെട്ട സിറ്റുവേഷനുകൾ എങ്ങനെയാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് എൻഡിങ്, ഇത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. നിർത്തിയിട്ട് നിങ്ങൾ വായിച്ചാൽ മതി, കിട്ടിക്കോളും. ക്ലിയർ ആണല്ലോ? ഇനി ശ്രദ്ധിക്കണേ, ജസ്റ്റ് മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കുക, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണേ. റെഡി? നോക്കിയല്ലോ, വായിച്ചു നോക്കിയല്ല? റൈറ്റ്, നെക്സ്റ്റ് ഷീറ്റ്. ക്ലിയർ ആയിട്ട് മനസ്സിട്ട് വായിക്കണേ, കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ കൊള്ളിക്കുക. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ഓവർ. വായിച്ചു നോക്കിയല്ലോ? കറക്റ്റ്. റൈറ്റ്, ഒരു സാമ്പിൾ ആയിട്ടാണ് ഇത്. നല്ല മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ഇനി വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചാൽ മതി, ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ മെല്ലെ നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റിന്റെ ഏതിലേക്ക് പോവുകയാണ്, റിവ്യൂയിലേക്ക് പോവാണ്. ഇതൊക്കെ നിങ്ങൾ കണ്ടതാണ്, അതുകൊണ്ട് ഞാൻ വിശദീകരിച്ച് നേരം കളയുന്നില്ല. ഏതൊക്കെ അതിങ്ങനെ അനലൈസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? പെട്ടെന്ന് റിവ്യൂ എഴുതാൻ പറ്റും. ഓരോ ഭാഗങ്ങൾ തിരിച്ചറിയാൻ അനാലിസിസ് നടത്തുന്നത്. മെസ്സേജ്, സെറ്റിംഗ്, ക്ലൈമാക്സ്, മൂഡ് ഓഫ് ദ സ്റ്റോറി, ഈവൻസ്, അതുപോലെ മെയിൻ ക്യാരക്ടേഴ്സ്. ഇതിൽ പറയാത്ത ചില കാര്യങ്ങൾ, കോൺഫ്ലിക്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതും കൂടി ഇതിൽ കൊള്ളിക്കാം. റെഡി അല്ലേ? ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കഥ അനലൈസ് ചെയ്തു. എന്നിട്ട് നമ്മൾ മെല്ലെ എന്ത് ചെയ്യണം, അത് എഴുതി തുടങ്ങുകയാണ്. അപ്പൊ ആദ്യം നമുക്കറിയാം, റിവ്യൂ എഴുതി തുടങ്ങുകയാണ്. ആദ്യം നമുക്കറിയാം ടൈറ്റിലാണ് ഉണ്ടാവേണ്ടത്. ഐഡന്റിഫൈ ദ ടെക്സ്റ്റ് ആൻഡ് തീമാണ് അടുത്ത ഭാഗം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ മുമ്പ് തന്ന സാമ്പിളൊക്കെ ആയിരുന്നു, ശ്രമിച്ചു നോക്കുക. ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് റിവ്യൂ എന്ന് ഞാൻ ടൈറ്റിൽ എഴുതി. അത് ജനറൽ ആയിട്ട് എഴുതാൻ പറ്റിയത് ഇത് തന്നെ ആവണമെന്നില്ല. ഒരു ഉദാഹരണമായി പല രീതിയിൽ എഴുതാം. ആ എഴുത്തുകാരൻ്റെ, അത് എഴുതിയ ആളുടെ പേര് വെച്ചിട്ട് അവരുടെ ഒരു മാജിക്കൽ ടച്ച് അങ്ങനെയൊക്കെ ചിലപ്പോൾ എഴുതാറുണ്ട്. അല്ലെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട തീം, പിന്നെ ട്രൂത്ത് വിൽ നെവർ ഫെയിൽ എന്നോ എന്തെങ്കിലും ഒരു തീം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. ഒന്ന് ജനറലായിട്ട് എഴുതാൻ പറ്റിയ രൂപത്തിൽ ഇത് നമ്മൾ കൊടുത്തത്. റെഡിയാണല്ലോ? നോക്ക്, ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഈസ് എ ഷോർട്ട് സ്റ്റോറി ബൈ മാർത്ത സാലിനാസ്. ടെക്സ്റ്റ് മനസ്സിലാക്കി. In the story, the narrator speaks about the obstacles she had to encounter to make her dream of getting scholarship jacket come true. അതിന്റെ തീമാണ് എന്താണെന്നാണ്. It was given to the student who maintains the highest grades for 8 years. The story continues. അപ്പൊ അതിന്റെ ഒരു തീം, അതിന്റെ ഒരു ചെറിയൊരു എന്താ പറയാ, നമ്മള് അതിന്റെ തീം ഒരു ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ട് കൊടുത്തു. പിന്നെ അതിന് തീമിന്റെ ബ്രീഫായിട്ട് തീം ഒന്ന് പറഞ്ഞു. എന്താ തീം? ദ സ്റ്റോറി കൺവേസ് ദ മെസ്സേജ്. ഒരു മെസ്സേജ് തീം പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് പറയേണ്ടത് ഏതാ, അതിന്റെ മെസ്സേജ് ചെറുതായിട്ടൊന്നും ആണെങ്കിൽ എന്ത് അവിടെ സൂചിപ്പിക്കാം. തീമിന്റെ ഭാഗമായിട്ട് വരുന്നതുകൊണ്ട് ചെറുതായിട്ടൊന്ന് അതുപോലെ സൂചിപ്പിച്ചു നമ്മൾ. പിന്നെ ഇറ്റ് ഓൾസോ ടീച്ചസ് us that upholding values is more important than achieving success in life. ഇനി സെറ്റിംഗ് പറഞ്ഞു. ഇറ്റ് ഈസ് സെറ്റ് ഇൻ grandfather's house, a small middle school in Texas and the Beanfield. ഇത്രയും കാര്യങ്ങൾ നമ്മളത് കൊള്ളിച്ചു. തീം കൂടെ പിന്നെ മെസ്സേജ് ഒന്ന് ചുരുക്കി സൂചിപ്പിച്ചാൽ മതി. ചോദ്യത്തിലുള്ളതുകൊണ്ട് അതും കൂടി കൂട്ടി നമ്മൾ ചേർത്ത് എഴുതിയതാണ്. അപ്പൊ നല്ലൊരു ഇൻട്രഡക്ഷനും ഒരു ചെറിയ തലത്തിൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടി. റെഡി അല്ലേ? ഇനി നമ്മൾ മെല്ലെ എങ്ങോട്ട് പോകണം, അടുത്ത സ്റ്റേജിലേക്ക് പോവാണ്. ഏതാ അടുത്ത സ്റ്റേജ്? സമ്മറി ഓഫ് ദ സ്റ്റോറിയാണ്. കഥന്റെ ഒരു ചുരുക്കാണ്. ഇത് വളരെ ചുരുക്കിയ കഥ, മൊത്തത്തിൽ വളരെ ചുരുക്കി നമ്മൾ ഇങ്ങനെ എഴുതാം. ഇത് ചിലപ്പം അത് ഒരു ആശയം മാത്രം എടുക്കാണ്ട് പ്രസന്റിൽ ചിലപ്പോൾ എഴുതാറുണ്ട്. ഞാൻ കഥ ആയതുകൊണ്ട് പാസ്റ്റിൽ എഴുതിയത്, രണ്ടും പോസിബിൾ ആണ്. Martha was a 14-year-old Mexican girl who was striving for a jacket. In the Texas high school Martha attended, there was a scholarship jacket that was given to the valedictorian of the school, the student who got the best grades over 8 years of school. Martha was sure that the jacket was hers
that year as her sister had received and also because she had maintained an A+ average during her 8 years of schooling. Then, by coincidence, when she heard her teachers arguing about her, the scholarship jacket, he felt terrible, and as she wanted it and deserved the jacket. The next day, she felt nervous and sad as the principal told her that they were giving the jacket for $15 and not for free. He asked her to bring the money the next day, but her grandfather, who was very poor, refused. The next day, Martha explained dejectedly to the principal why her grandfather was not ready to pay for the scholarship jacket. Accidentally, she mentioned the name of John. The principal, feeling guilty, told Martha that they would make an exception in her case. She felt extremely happy and overjoyed. എല്ലാ കാര്യങ്ങളും വളരെ ചുരുക്കിയത് പോലെ എഴുതുക. നമ്മൾ ആ ഓരോ പാഠത്തിലും മെയിൻ ഐഡിയാസും കൂടെ തരുന്ന സാധനങ്ങളുടെ സമ്മറിയാണിത്. എളുപ്പമാണ് ഇങ്ങനെ പഠിച്ചാൽ. ഓരോ ലെസണിലും ഓരോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളിത് പാഠങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തത് നോക്കണേ, ശ്രദ്ധിക്കണം. അടുത്ത ഭാഗം സമ്മറി കഴിഞ്ഞ അനാലിസിസ് ഓഫ് ദ ക്യാരക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ ക്യാരക്ടർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആരാണ്, എന്തുകൊണ്ടാണ്, എക്സ്പ്രഷൻ ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്, അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഓരോ ക്യാരക്ടറും നമ്മൾ ചുരുക്കി ഒന്ന് എന്ത് ചെയ്തു, അതിൽ വളരെ ചുരുക്കി നമ്മളൊന്ന് അനലൈസ് ചെയ്തു. കൂട്ടത്തിൽ നമുക്ക് താല്പര്യമുള്ള ആളിനെ ഒന്ന് ഹൈലൈറ്റ് തന്നെ ആളാന്നൊക്കെ പറഞ്ഞു. ഒന്ന് നേരിട്ടാണ് പറയണമെന്നില്ല, കൃത്യമായിട്ട് ഉണ്ടായാൽ മതി. നോക്ക്, the expression which you like the most, Martha, the protagonist, is an ambitious and hard-working girl. നമുക്കറിയാം. Her grandfather, a man of few words, is a hard-working farmer. He has much knowledge about life and take wise decisions. It was his words that made the principal rethink and give the jacket to Martha. He is the most admirable character. എന്റെ അഭിപ്രായത്തിൽ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള, നന്നായി തോന്നിയ ക്യാരക്ടർ ആരാണ്? ഗ്രാൻഡ് ആണ്. അപ്പൊ അതാണെന്ന് പറഞ്ഞു. എന്റെ കാരണങ്ങൾ വിശദീകരിച്ചു. റെഡി തന്നെ. Mr. Smith favors Martha and is turning decisions. He is a kind-hearted person and shows the noble qualities of a real teacher. A teacher should always stand with the truth and justice, especially in matters connected with their students' merits and success. But Mr. Boone, the antagonist, tries to influence Smith to falsify the records. From his words, we can learn that he is a racist and shows a discrimination against the Mexican American. Principal, a tall, gaunt man with grey hair, yields to the decision of board, knowing that it is unfair and feels guilty and helpless. Later, he becomes bold and decides to give the jacket to Martha. Clear അല്ല മക്കളെ? കാറ്റഗറി അനാലിസിസ് ആണ്. ആരെ ഇഷ്ടപ്പെട്ട ഈ ഭാഗം വരെ കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാന്ന് വരെ പറഞ്ഞു. ഇഷ്ടപ്പെട്ട ഒരു എക്സ്പ്രഷൻ ഒന്നെല്ലാം വേറെണ്ടാവും. ഒന്ന് ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കണേ. Martha knew that it was the grandfather's wise words. Then, if you pay for it, Martha, it is not a scholarship jacket, is it? Influenced the principal to change the decision. So she was greatly thankful to grandpa. എനിക്ക് ഈ ചോദ്യമാണ് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത്. ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചും ചെയ്തു. Those simple words convey the message of the story. രണ്ട് കാര്യങ്ങളായി വന്നു. റെഡി അല്ലേ? ഓക്കെ, ഇനി നമ്മൾ പറയേണ്ടത് ശ്രദ്ധിക്കണേ, ഓവറോൾ ഇംപ്രഷൻ ഓഫ് ദ സ്റ്റോറിയാണ്. ആ കഥന്റെ മൊത്തത്തിലുള്ളൊരു ഇംപ്രഷനും കമന്റും ഒക്കെയാണ്. അവസാനിപ്പിക്കലാണ് നോക്കണേ. ഇറ്റ്സ് ആൻ ഇൻക്രെഡിബിൾ സ്റ്റോറി വിച്ച് വാസ് റിട്ടൺ ഇൻ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ. ഒരു ചെറിയൊരു ഇംപ്രഷൻ വന്നു, സ്റ്റൈല് വന്നു. ഫസ്റ്റ് പേഴ്സൺ ഐ എന്നാണ് അതിൽ പറയുന്നത്. ഒരു ഭാഷയിൽ ഒരു ഭാഗമാണ് ഏത് പോയിന്റ് ഓഫ് വ്യൂലാണുള്ളത്. അതുപോലെ തന്നെ അടുത്തത്, ഇറ്റ് കൺവേസ് ദ മെസ്സേജ് ദാറ്റ് ദർ ആർ മെനി തിങ്സ്. മെസ്സേജ് ഒന്നും കൂടി നമ്മൾ വിശദീകരിച്ചു. ഇതും അതിന്റെ ഒരു മെസ്സേജ് ആണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ലേൺ ഫ്രം ദിസ് സ്റ്റോറി ദാറ്റ് വാട്ട് എവർ ദ ട്രൂത്ത് ഈസ് ഇറ്റ് കനോട്ട് ബി ചേഞ്ച്. സത്യം മാറൂല. ഇൻ ദ ബിഗിനിങ് മാർത്ത ഈസ് ഹോപ്പ്ഫുൾ. അതിന്റെ മൂഡ് എന്താണ്? ആസ് ദ സ്റ്റോറി പ്രോഗ്രസസ് മൂഡ് ചേഞ്ചസ് ഓവർ ദ ടൈം. സാഡ് ആവുന്നുണ്ട്, പിന്നെ ഡിസപ്പോയിന്റഡ് ആവുന്നുണ്ട്, പിന്നെ ആൻഡ് ഹാപ്പി, ഇങ്ങനെയൊക്കെ മാറുന്നുണ്ട് മൂഡ്. പിന്നെ ഐ ലൈക്ക് സ്റ്റോറീസ് അവസാനിപ്പിക്കുകയാണ് നമ്മളൊരു അഭിപ്രായം പറഞ്ഞുകൊണ്ട്. ഐ ലൈക്ക് സ്റ്റോറീസ് ദാറ്റ് ഹാവ് ഹാപ്പി എൻഡിങ്. നല്ല രീതിയിൽ സന്തോഷത്തോടെ അവസാനിക്കുന്ന കഥകൾ എനിക്ക് ഇഷ്ടമാണ്. ദി സ്റ്റോറി ഹാസ് ജസ്റ്റ് ദാറ്റ്. ഇതിന് അങ്ങനെ ഇതുള്ളത് കൊണ്ട് ഞാനത് ഇഷ്ടപ്പെടുന്നു. ചെറിയൊരു റിവ്യൂ ആണ് മക്കളെ. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതി നോക്കണം. നിങ്ങൾ എഴുതിയതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എഴുതിയിട്ടുണ്ടാവും. കുട്ടികൾ ക്ലാസ്സിൽ പറഞ്ഞു കേട്ടതുകൊണ്ട് എഴുതിയിട്ടുണ്ടാവും. ഒന്ന് ഒത്തു നോക്കണം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതൊന്ന് വാല്യൂ ചെയ്യുക?
ഈ ക്വസ്റ്റ്യന് 5 മുതൽ 7 വരെ ഉണ്ടാവും, മിക്കവാറും 7 മാർക്കിന് അത് ചോദിക്കല്. അപ്പൊ അത് വാലിഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഇതാണ്. ടൈറ്റിൽ ഉണ്ടോ, തീം ക്ലിയർ ആയിട്ട് അതിലുണ്ടോ, അതേപോലെ തന്നെ പിന്നെ ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് മീനിങ് അതിൽ ഇന്റർപ്രിറ്റ് ചെയ്തിട്ടുണ്ടോ, ക്യാരക്ടേഴ്സ് നന്നായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടോ, ഇമേജും സിമ്പിളും ക്യാച്ച് എക്സ്പ്രഷൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ, പിന്നെ നമ്മുടെ വ്യക്തിപരമായ ഒബ്സർവേഷൻ വ്യൂസ് ഒക്കെ ഉണ്ടോ, ഐഡിയാസ് ഓർഗനൈസ്ഡ് ആണോ, വെൽ ഇൻഫോംഡ് സ്ട്രക്ചേഴ്സ് ആണോ, പ്രോപ്പർ ലാംഗ്വേജ് ആണോ, ഇതിൽ ഏതെങ്കിലും 4 കാര്യമൊക്കെ സാധാരണ ഉണ്ടാവുക. അപ്പൊ മക്കൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഡിസ്കോഴ്സിലും വിലയിരുത്താൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 3 ക്രൈറ്റീരിയ, ഒന്ന് കോണ്ടന്റ് ആണ്, ഏറ്റവും പ്രധാനം തന്നെയാണ്. അപ്പൊ ഇതിലും ഐഡിയാസ് കൺവെയ്ഡ് ആയിരിക്കും ഫസ്റ്റ് പറ, അതിനാണ് 3 മാർക്ക് ഉണ്ടാവുക മിക്കവാറും. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കോണ്ടന്റ് ബന്ധപ്പെട്ട ടൈറ്റിലാണെങ്കിലും തീമാണെങ്കിലും ഒക്കെ. അപ്പൊ അമ്മാരി കാര്യങ്ങൾ വരുമ്പോൾ 4ലേക്കൊക്കെ മാറും ചിലപ്പോൾ ആ കോണ്ടന്റിന്റെ മാർക്ക്. അതേപോലെ രണ്ടാമത്തത് ഓർഗനൈസേഷൻ ആണ്. ഓർഗനൈസേഷൻ 2 മാർക്ക് വരെ ഉണ്ടാവാം. റെഡിയല്ലേ? അപ്പൊ എത്ര മാർക്കാവും? 6 മാർക്കാവും. ഓർഗനൈസേഷനിലാണ് പ്രൊസീഡിയേഴ്സിന്റെ ഉപയോഗം, അതുപോലെ തന്നെ അതില് പിന്നെ എന്താ പറയാ, അതില് ലിങ്കേഴ്സ് ഉണ്ടോ, അതുപോലെ തന്നെ അതിന്റെ ഒരു ഫോർമാറ്റ് സ്ട്രക്ചർ ആ കാര്യങ്ങളൊക്കെ അതിലാ വരിക. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി നമ്മളൊരു ഇൻട്രഡക്ഷൻ, ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ പറഞ്ഞല്ലോ സമ്മറി, കൺക്ലൂഷൻ. അപ്പൊ ഈ ഒരു ചെറിയ സ്ട്രക്ചർ ഒക്കെ അതിൽ കീപ്പ് ചെയ്യുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. റെഡിയല്ലേ? അപ്പൊ അത് ഓർഗനൈസേഷൻ അല്ല നമ്മൾ ഇൻഡിക്കേറ്റർ ഉണ്ടാവുക, ആ കാലത്ത് നമുക്ക് പിന്നെ പരിചയപ്പെടാം. ഓരോ സാധനം പരീക്ഷയ്ക്കൊന്ന് ഇൻഡിക്കേറ്റർ പരിചയപ്പെടുത്താറുണ്ട്. റെഡിയല്ലേ? അപ്പൊ ഇത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഈ ലാംഗ്വേജ് ഉണ്ടാവുക. ലാംഗ്വേജ് ചിലപ്പോൾ 1 or 2 മാർക്ക് ഉണ്ടാവുക. പിന്നെ വെറൈറ്റി ഓഫ് സെന്റൻസസ്, അതുപോലെ തന്നെ ഈ ലാംഗ്വേജിന്റെ അപ്രോപ്രിയേറ്റ്നെസ്, ഈ കാര്യങ്ങളൊക്കെയാണ് അതിലുണ്ടാവുക. അപ്പം ഇങ്ങനെ 7 മാർക്ക് ഡിവൈഡ് ചെയ്തിട്ടാണ് തരിക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ആ ഫുള്ള് മാർക്കും വാങ്ങാൻ പറ്റും. ഓക്കെ ഡിയേഴ്സ്, ഇനി മക്കൾ ചെയ്യേണ്ട എന്താ അറിയാം? ഓക്കെ, ഐ ഹോപ്പ് യു ഹാവ് ലേൺഡ് വാട്ട് വി ഹാവ് ഡിസ്കസ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ പഠിച്ച ഒരുപാട് കഥകളുണ്ട്, അതൊക്കെ അതേപോലെ ആദ്യം അനലൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിന്റെ റിവ്യൂ എഴുതുക. ഓക്കെ ഡിയേഴ്സ്, ഐ തിങ്ക് യു വിൽ ഡു ദാറ്റ് ആൻഡ് ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ നോട്ട് ഓൺലി in 10th standard but also in all the classes that you study English, right? Thank you for watching. Meet you again. Till then, goodbye.